നമ്മൾ കന്യാകുമാരിയിൽ നിന്നും ജമ്മുവിലേക്കൊരു യാത്ര തിരിച്ചാൽ വ്യത്യസ്തങ്ങളായ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ അറിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചായിരിക്കും. ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളും അത്തരം ഭക്ഷണ വസ്തുക്കളുമുണ്ട്. എനിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് രാജസ്ഥാനി വിഭവമാണ്. ഈ കാണുന്നത് ആസാമി വിഭവമായ മമ്മൂസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത് ആസാമി യുവതിയായ തൂലിക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കാണ് കഴിഞ്ഞ വർഷത്തെ ദേശീയ നാരി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. एक्चुअली हमारा नॉर्थ ईस्ट में ये चाइनीज़ थोड़ा मतलब फेमस है ज़्यादा. स्ट्रीट फूड में ये सब ही ज़्यादा मिलता है और बाकी ऐसे सब लोग बनाते हैं तो वो थोड़ा प्रोसेस थोड़ा अलग होता है. मतलब बॉईल करके उसको मतलब ऐसे काट के ऐसे बनाते हैं, लेकिन हम लोग वो कीमा करते हैं. जो कच्चा वाला मीट होता है उसको कीमा करके उसमें वो मसाला डालते हैं, मतलब प्याज जिंजर गार्लिक का पेस्ट, ऐसा ग्रीन चिली और कोरिएंडर स्ट्रेम जो रहता है वो और स्प्रिंग ऑनियन. उसमें फिर हम लोग ये ब्लैक पेपर डालते हैं, तो इसीलिए उसका टेस्ट थोड़ा अलग आता है. നമുക്ക് മുന്നിലുള്ളത് അട്ടപ്പാടി വിഭവമാണ്. ഇത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഭവമാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് എന്നെടുത്ത് പറയേണ്ടി വരും. പഞ്ചാബി ആണെങ്കിലും രാജസ്ഥാനി ആണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റു വിഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഒരു കാര്യം തീർത്ത് പറയാം, മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് നാടറിഞ്ഞ് യാത്ര ചെയ്തതിൻ്റെ ഒരു സുഖമുണ്ട്. ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, ഭക്ഷണ വൈവിധ്യം എന്താണെന്ന് അറിയാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.